ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊന്ന് അമ്പലത്തിൽ പോയാലോ? കർക്കിടക മാസമല്ലേ, അപ്പോൾ എന്തായാലും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത്. ടാറ്റ പോകാമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ആമി ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീറ്റ് തൊട്ട് പുറകിന് തന്നെ അവളും എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ്. രാവിലെ എഴുന്നേറ്റ് 2 ഉറക്കം കഴിഞ്ഞിട്ടാണ് കേട്ടോ ആളിരിക്കുന്നത്. കുളി കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞ്, പിന്നെ ഫുഡ് കഴിച്ച് ഒരുങ്ങി കഴിഞ്ഞിട്ട് ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് കുഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ തേങ്ങ ഇടാനൊക്കെ ആൾ വന്നപ്പോൾ അതിൻ്റെ പിറകിലായി. അങ്ങനെ കുറേ സമയം പോയി. ഇപ്പം തന്നെ 11:30 കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വളവും തിരിവും ഒക്കെ ഉണ്ട് കേട്ടോ പോകുന്നിടത്ത്. കണ്ടോ, നമ്മൾ പോകുന്ന വഴിയിലുള്ളതാണ് പാടമൊക്കെ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ തെങ്ങ് നിൽപ്പുണ്ട്, പക്ഷേ ഒരു തെങ്ങിനും മണ്ടയും ഇല്ല, തേങ്ങയും ഇല്ല. നല്ല രസമുണ്ട് ഈ പച്ചപ്പൊക്കെ കാണാൻ. ഒത്തിരി മഴ പെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ലപോലെ വെള്ളം കയറി കിട്ടും. നമ്മളെ മുട്ടിൻ്റെ ആ സൈഡ് വരെയൊക്കെ ഈ സ്ഥലത്ത് വെള്ളം നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ നീന്തി പോകാൻ വേണ്ടിയിട്ട്. ആമി ഇവിടെയൊക്കെ അങ്ങ് നോക്കുക കേട്ടോ. കുഞ്ഞിവിടെയൊന്നും കണ്ടിട്ടില്ല, വണ്ടി പോകത്തേ ഉള്ളൂ ഇതുവഴി, ഇങ്ങനെ നടന്നു വരത്തൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് ആമിനെ കൊണ്ട് ഇതുവഴിയൊക്കെ നടക്കുന്നത്. ആ കാണുന്നതാണ് കേട്ടോ നമ്മളെ റോഡ്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ലെഫ്റ്റിലേക്ക് പോയാലും ബസ് കിട്ടും, റൈറ്റിലേക്ക് പോയാലും ബസ് കിട്ടും. ലെഫ്റ്റിലേക്ക് പോയാൽ കുറച്ച് നടന്നാൽ മതി, പക്ഷേ റൈറ്റിലേക്ക് പോകണമെങ്കിൽ കുറച്ചധികം നടക്കേണ്ടി വരും. നമ്മൾ പിന്നെ പ്രിയദർശിനി ബസ്സിലാണ് പോകുന്നത്. നമ്മുടെ സ്വന്തം പ്രിയദർശിനി ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഫാസ്റ്റിലൊക്കെ പോകുന്നത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. ഇനി ഇവിടെ നിന്ന് ഒരു ഇച്ചിരിയുള്ളേ ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ നമ്മൾ ബസ് നോക്കി നിൽക്കുന്നത്. ഈ ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ല. നല്ലപോലെ വെയിൽ കൊണ്ട് ഇവിടെ തന്നെ എത്ര നേരം നിൽക്കണം. ബസ് വരാനാണെങ്കിൽ താമസമാണ്. നമ്മളെ താഴത്തെ വഴി കൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ബസ് പോയായിരുന്നേ. അപ്പോൾ നമ്മൾ ഒത്തിരി നേരം ഇവിടെ നിൽക്കേണ്ടി വന്നു. ആമിക്കാണെങ്കിൽ വണ്ടിയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. വലിയ വലിയ വണ്ടികളൊക്കെ കാണുമ്പോഴത്തേന് കൈകൊട്ടുകയും ചിരിക്കുകയും കളിയൊക്കെ ആയിരുന്നു. കുഞ്ഞങ്ങനെ അത്രയും വണ്ടികൾ ഒരുമിച്ച് പോകുന്നതൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ കൂടുതലും വീട്ടിലല്ലേ, പുറത്തൊന്നും അങ്ങനെ അധികം പോകുന്നില്ലല്ലോ. ഈ സന്തോഷമൊക്കെ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആളുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറി. തലയിലിരിക്കുന്നതൊക്കെ പിടിച്ച് മാറ്റാനൊക്കെ തുടങ്ങിയായിരുന്നു. ബസ് വന്നില്ല, എന്താ വരാത്ത ബസ്? എത്ര നേരമായി ആമി നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇതുവരെ വന്നില്ലല്ലോ ബസ്. അയ്യോ, നമ്മുടെ പ്രിയദർശിനി ചേച്ചി എവിടെ പോയി? എത്ര നേരമായി? ആമി 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 ബസ് പറഞ്ഞില്ലല്ലോ. എത്ര നേരമായി നമ്മൾ നിൽക്കുന്നമ്മ? 8 നേരം കൊണ്ട് നമ്മൾ നിശ്ചയമായി. വീട് നമ്മളെ ബസ് മുടി വിട്. ആമിയുടെ പണിയായിട്ട് വന്നേക്കുവാ ഇപ്പൊ മുടി കഴിക്കുന്നത്, മുടി വായിട്ട് വെക്കുന്നത്. അങ്ങനെ നമുക്ക് ബസ് കിട്ടിയായിരുന്നു. വിൻഡോ സീറ്റിലായിട്ടോ നമ്മളിരുന്നത്. ആമിയാണെങ്കിൽ ബസ്സിൽ കയറുന്ന ഓരോരുത്തരെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കണ്ടക്ടർ പോകുന്നത് നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തി. ഗണപതിയോട് തൊഴുതിട്ട് അയ്യപ്പൻ്റെ അവിടെയിലോട്ട് പോകുക കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഒത്തിരി കടയുണ്ട്. പണ്ട് കുഞ്ഞിലേക്ക് നമ്മളിവിടെ വരുമ്പോഴത്തേനും ഇവിടെ നിന്നാണ് വാളയും മാലയും കളിപ്പാട്ടൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ അന്നദാനം കഴിച്ചായിരുന്നേ. നല്ല ഒരു പാത്രം ചോറും അവിയലും തോരനും പച്ചടിയും അച്ചാറും പരിപ്പും പപ്പടവും പായസവും എല്ലാം കൂടി ചേർന്ന ഊണായിരുന്നേ. ആമിയാണെങ്കിലും ചോറ് കൊടുത്തിട്ട് കഴിച്ചിട്ടില്ലായിരുന്നേ. അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു ഏത്തപ്പഴം കൊണ്ടുവന്നായിരുന്നു, അതാ കുഞ്ഞിന് കൊടുത്തേ. ചോറ് കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു വിഷമം ഉണ്ടായി. എനിക്ക് സാമ്പാറിൻ്റെ പുറത്തായിരുന്നു പായസം ഒഴിച്ച്, അതുകൊണ്ട് പായസം നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പം നല്ല വെയിലായി. ഈ വെയിൽ കുറച്ചധികം നടക്കണം ഈ വെയിലും കൊണ്ട്. അങ്ങനെ വീണ്ടും പ്രിയദർശിനി കയറി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചേ. ബസ്സിലിരുന്നപ്പോൾ തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പോഴേ അറിയാതെ നല്ല മഴ പെയ്യുമെന്ന്. പിന്നെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചായിരുന്നു കേട്ടോ വീട്ടിലേക്ക് പോയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.